പ്രിയമുള്ളവരെ, അടുത്ത ഞായറാഴ്ച ഹോശന്ന ഞായറാഴ്ചയാണല്ലോ. അപ്പോൾ നമുക്ക് ഹോശന്നയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. എന്താണ് ഹോശന്ന? ഈ ഹോശന്ന എന്ന് പറയുന്ന ഈ വാക്ക് അതൊരു ഹീബ്രു വാക്കാണ്, ഹീബ്രു വേർഡാണത്. അതായത് ഒന്നല്ല, അത് രണ്ട് വാക്കുകളാണ്, ഹീബ്രു വേർഡ്സ്. അത് ആദ്യത്തെ വാക്ക് ഹോ, അതായത് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അത് HOH, ഹോ. രണ്ടാമത്തത് സനു, ZANUH, സനു. ഈ രണ്ട് വാക്കുകൾ ആണത്. ഹോസനു, ഹോസനു. അതിൻ്റെ അർത്ഥം സേവ്, വി പ്രേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, രക്ഷിക്കണമേ എന്നാണ് അർത്ഥം. സേവ്, വി പ്രേ, ഇതാണ് അതിൻ്റെ അർത്ഥം. ഈ വാക്ക്, ഈ ഹോശന്ന എന്നുള്ളത് ബൈബിളിൽ സങ്കീർത്തന പുസ്തകം, സങ്കീർത്തനങ്ങൾ 118 സങ്കീർത്തനത്തിൽ 25 സങ്കീർത്തനമാണ് ഈ ഹോസന്ന എന്നുള്ള ഈ വാക്കുള്ളത്. അതിലാണ് ഹോസന്ന. നമുക്കത് വായിച്ച് നോക്കിയാൽ അറിയാം, നമുക്ക് കാണാം. സങ്കീർത്തനം നിങ്ങൾ എടുത്ത് നോക്കുക, 25, 118 25 അതിലാണ് ഈ ഹോസന്ന എന്നുള്ള വാക്ക് കിടക്കുന്നത്. ഞങ്ങളെ രക്ഷിക്കണമേ, യഹോവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. ഈ ഹോസന, അപ്പോൾ ഹോസന എന്നുള്ളത് ഈ രണ്ട് വാക്കുകളെ അത് ഗ്രീക്കിലേക്ക് പദമാറ്റം ചെയ്തപ്പെട്ടപ്പോൾ അത് അവരൊറ്റ വാക്കാക്കിയാണ്, ഒറ്റൊരു വാക്കായിട്ടാണ് അത് ഉപയോഗിച്ചത്, ഹോസന്ന. ഇംഗ്ലീഷ് തുടർന്ന് ഇംഗ്ലീഷിലേക്കുള്ള പരിവർത്തനത്തിലും അത് ഹോസന്ന എന്നുള്ള ഒരു വാക്കായി മാറി. അപ്പോൾ അങ്ങനെ നമ്മളിന്ന് അത് ഉപയോഗിച്ച് വരുന്നത് ഹോസന്ന എന്നുള്ളത് ഒരൊറ്റ വാക്കായിട്ടാണ്. അപ്പോൾ ഈ ഹോസന്ന എന്ന് പറയുന്നത് യഹൂദന്മാർ എല്ലാ ദിവസവും ദൈവത്തെ സ്തുതിച്ച് പാടുന്നൊരു വാക്കാണ് ഹോസന്ന. ഹോസന്ന, ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ളത് ഈ വാക്ക്. ഇത് തന്നെ ഈ കൂടാരപ്പെരുന്നാൾ, ടെബർനാക്കൾ എന്ന് പറയും. ടെബർനാക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണല്ലോ അല്ലേ? അടിമ വീടായ മിസ്രയീം, അതായത് ഈജിപ്തിൽ 430 വർഷം യഹൂദന്മാർ അടിമകളായിരുന്നു, ഫറവോൻ്റെ അടിമകളായിരുന്നു. ആ അടിമത്തത്തിൽ നിന്നും മോശെ അവരെ എന്തു ചെയ്യുന്നു, അവിടുന്ന് വിടുവിച്ച് കൊണ്ടുവരുന്ന ഒരു ഭാഗമുണ്ട്. അങ്ങനെ അവർ വന്ന് കൂടാരമടിച്ച് താമസിക്കുന്ന ഒരു ഇതിനാണ് കൂടാരപ്പെരുന്നാൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അങ്ങനെ കൂടാരപ്പെരുന്നാൾ അല്ലെങ്കിൽ ടെബർനാക്കിൾ എന്ന് പറയും. അങ്ങനെ അവർ ഈ പറഞ്ഞ ടെബർനാക്കിളിൻ്റെ 6 ദിവസം ഈ കൂടാരപ്പെരുന്നാൾ ആഘോഷിക്കും. അങ്ങനെ 6 ദിവസവും ഇങ്ങനെ ഹോശന്ന ഹോശന്ന എന്ന് പാടിക്കൊണ്ട് ഇവരിങ്ങനെ ഈ ദൈവത്തെ സ്തുതിച്ച് ദേവാലയത്തിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന പതിവാണ്. മറ്റൊന്ന്, 7-ാം ദിവസം എന്ന് പറയുന്നത്, അതായത് ഈ കൂടാരപ്പെരുന്നാളിൻ്റെ അവസാനത്തെ ദിവസം 7-ാം നാൾ, ഹോസന്ന എന്ന് പറഞ്ഞായ ഈ ഹോസന്ന എന്നുള്ള ഈ വാക്കുകൾ അവർ 7 പ്രാവശ്യം പാടിക്കൊണ്ട് യഹോവയെ സ്തുതിക്കുന്നു. അതായത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രിയും ഒക്കെ ആയിട്ട് 7 പ്രാവശ്യം ഇങ്ങനെ അവർ ഹോസന്ന പാടി സ്തുതിക്കും. അപ്പോഴൊക്കെ തന്നെ അവരെന്ത് ചെയ്യും, ഈ കൂട്ടം കൂട്ടമായി ഓരോ വിഭാഗം ഇങ്ങനെ ഹോസന്ന ഹോസന്ന എന്ന് പാടിക്കൊണ്ടിട്ട് അവർ വെറുതെ ഇരിക്കുകയല്ല, അവരൊരു ഘോഷയാത്രയായിട്ട് പോവുകയാണ്, ഒരു പെജൻഡറി ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അതിൽ അവർ ഈന്തപ്പനയുടെ കുരുത്തോല കയ്യിൽ ഏന്തിക്കൊണ്ട് ഇങ്ങനെ ആ കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ യഹൂദ കൂട്ടമായി ദേവാലയത്തിലേക്ക് പോകുന്ന ആ ഒരു ഭാഗമാണ് ഈ ഹോശന്ന എന്ന് പറയുന്നതായ ഈ ഒരു സംഭവം. അത് 118 സങ്കീർത്തനത്തിൻ്റെ 26-ാം വാക്യം കൂടി കൂട്ടിച്ചേർത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഹോശന്ന എന്നതിനോട് കൂട്ടിച്ചേർത്ത് പാടി വരുന്നത് എന്താണ്? 26-ാം വാക്യമാണ്. 118-ാം സങ്കീർത്തനത്തിൻ്റെ 26 കൂടി നമ്മൾ കൂട്ടിച്ചേർക്കുന്നു. അതായത് യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. അപ്പോൾ ഹോശന്ന എന്നുള്ളത് അതിനോടുകൂടി 25-ഉം 26-ഉം കൂട്ടിയിട്ട് ഹോശന്ന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നും, അതേപോലെ തന്നെ യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്നും. ആരാ യഹോവയുടെ നാമത്തിൽ വരുന്നവൻ? മശിഹ, മെസ്സഹായായ
യേശുവാണ് ആ മെശിഹ. അപ്പോൾ ഇതാണ് ഈ സംഭവം. പക്ഷേ ഇവിടെ യേശുവുമായിട്ട് ഇതിനെങ്ങനെ കണക്ട് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ യേശു ജെറുസലേമിലേക്ക് വരുമ്പോൾ യഹൂദ ജനം ഒന്നാകെ അവനെ എതിരേൽപ്പാൻ ചെല്ലുകയാണ് ചെയ്യുന്നത്. അവനെ കണ്ട മാത്രയിൽ, അതായത് ഈ കൂടാരപ്പെരുന്നാളിൻ്റെ ആ ദിവസം യഹൂദജനം ഒന്നാകെ ദേവാലയത്തിൽ കൂടിയിരിക്കുകയാണ്. അപ്പോൾ യേശുവിനെ ഇവർ കണ്ട സമയത്ത് ഇവർ ഓടിച്ചെന്നു. യേശുവിൻ്റെ അടുക്കിലേക്ക് ജനം ഒന്നാകെ ഓടിച്ചെന്ന് അവൻ എന്ത് ചെയ്തു? ഒരു കഴുതപ്പുറത്ത് പട്ടി വിരിച്ച്, തുണി വിരിച്ച് അതിൻ്റെ മുകളിൽ അവൻ ഇരുത്തി. എന്നിട്ട് അവനെ ആനയിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ റോഡ് നീളെ ഈ പറയുന്നതായ ഈത്തപ്പന കുരുത്തോലിയും അതുപോലെ തന്നെ മറ്റ് ഒലിവ് ഇലകളും എല്ലാം തന്നെ റോഡിൽ വാരി വിരിച്ചുകൊണ്ടാണ്, അതിൻ്റെ മുകളിലാണ് യേശുവിനെ ഒരു രാജാവിന് നൽകുന്ന ഘോഷയാത്ര പോലെയാണ് പരവതാനി വിരിച്ചുകൊണ്ടാണ് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് യേശുവിനെ ആനയിച്ച് യെരുശലേമിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു? ഹോശന്ന ഹോശന്ന, ദാവീദ് പുത്രന് ഹോശന്ന എന്ന് പാടി. എന്താ ദാവീദ് പുത്രൻ എന്ന് പറയാൻ കാരണം? ദാവീദ് രാജാവാണെന്ന് നമുക്കൊക്കെ അറിയാം. ഈ രാജാവായ ദാവീദിൻ്റെ കുലത്തിലാണ് യേശു ജനിക്കുന്നത്. അതുകൊണ്ടാണ് യേശുവിനെ ദാവീദ് പുത്ര എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഈ മെഷിയായ, അതായത് രക്ഷകനായ യേശുവിനെ ഒരു ഘോഷയാത്രയോടെ ആനയിച്ചുകൊണ്ട് അങ്ങനെ അവർ വരുമ്പോൾ ഈ 118 സങ്കീർത്തനം 25, 26 വാക്യങ്ങളായ കീർത്തനങ്ങൾ അവർ ഉച്ചത്തിൽ പാടി ആർത്തുകൊണ്ടാണ് വരുന്നത്. ഹോശന്ന, ഇസ്രായേലിൻ്റെ രാജാവായി കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, ഇങ്ങനെ പാടി പോഴ്ത്തിക്കൊണ്ടാണ് അവർ യേശുവിനെ ആനയിച്ചു കൊണ്ടിരുന്നത്. ഈ യഹൂദന്മാർ ഇങ്ങനെ യേശുവിനെ ആനയിച്ചു കൊണ്ടുവരാൻ കാരണം അതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ, ഇല്ലേ? അത് നമുക്ക് നോക്കണ്ടേ. എന്തിനാണ് അന്ന് യേശുവിനിങ്ങനെ ഒരു രാജകീയമായ രാജോചിതമായ സ്വീകരണം നൽകി ഇങ്ങനെ ജെറുസലേമിലേക്ക് ദേവാലയത്തിലേക്ക് കൊണ്ടുവരാൻ എന്താ കാരണമുണ്ട്. എന്താ കാരണം? ഒന്ന്, ഈ പറയുന്നതായ ഈ ഓശാന പെരുന്നാളിൻ്റെ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് യേശു എന്തു ചെയ്യുന്നു? യേശു ബെഥാനിൽ ചെല്ലുന്നു. ബെഥാനി എന്നാണ് എൻ്റെ ഓർമ്മ, ബെഥാനി. അവിടെ യേശു സ്നേഹിച്ചിരുന്ന ലാസർ എന്ന് പറയുന്ന ഒരു യുവാവ്, ആ യുവാവ് 4 ദിവസം മുമ്പ് തന്നെ മരിച്ചുപോയി. ഈ മരിച്ച ദിവസം യേശുവിന് അവിടെ ചെല്ലാൻ കഴിഞ്ഞില്ല. 4 ദിവസം കഴിഞ്ഞിട്ടാണ് യേശു പിന്നെ പോകുന്നത്. അതായത് അവൻ മരിച്ചു, അവനെ കല്ലറയിൽ അടക്കം ചെയ്തു. 4ാമത്തെ ദിവസമാണ് യേശു ഈ പറയുന്നതായ ലാസറിൻ്റെ സഹോദരിമാരെ ആശ്വസിപ്പിക്കാൻ ചെല്ലുന്നത്. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും കൂടി പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് യേശു എന്ത് ചെയ്തു? ഈ മരിച്ച് 4 ദിവസം ആയി കഴിഞ്ഞ ആ കല്ലറി വെച്ച് 4 ദിവസമായ ആ ലാസറിനെ ഉയർപ്പിക്കുകയാണ്, ജീവൻ നൽകി ഉയർപ്പിക്കുന്നു. അങ്ങനെ ലാസർ ഉയർത്തെഴുന്നേറ്റ് വരുന്നു. ഇതവിടെ കൂടിയിരുന്ന യഹൂദജനം മുഴുവൻ കണ്ടു. അവരങ്ങനെ ഭയപരവശരായി എന്ന് പറയുമ്പോഴാണ്. ഭയപരവശരായി എന്ന് മാത്രമല്ല, അവന് യേശുവിനോടുള്ളതായ അവർക്കുള്ള ബഹുമാനവും അവരുടെ വിശ്വാസമെല്ലാം വർദ്ധിച്ചു. അങ്ങനെ അവർ യേശുവിനെ മശിയായി തങ്ങളെ രക്ഷകനായി സ്വീകരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ടാണ് യേശുവിനെ കണ്ടപ്പോൾ അവർ ഓടിച്ചെന്ന് യേശുവിനെ എന്ത് ചെയ്യുന്നു? ഒന്നാകെ എല്ലാവരും കൂടെ ഓടിച്ചെന്ന് ഇങ്ങനെ ഒരു രാജോചിതമായ സ്വീകരണം നൽകിക്കൊണ്ട് യെരുശലേം ദേവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് എന്നാണ് ഒരു സംഭവം നമുക്ക് മനസ്സിലാകും. പിന്നെ വേറൊരു സംഭവം കൂടിയുണ്ട്. അതിന് അടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് ആ സംഭവം നടന്നത്. അതായത് യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചിട്ടുണ്ട്, അല്ലേ? 5 അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അത് 5000 പേർക്കാണ് കൊടുത്തത്. അങ്ങനെ 5000 പേർക്ക് കൊടുക്കുന്നു. അവരെല്ലാവരും ഭക്ഷിച്ച് ശേഷിക്കുന്നത് 12 കൊട്ട ശേഷിച്ചു. ഈ ഭക്ഷണം എല്ലാവരും തിന്ന് തൃപ്തരായി. ഭക്ഷണം ബാക്കി 12 കൊട്ട ശേഷിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനത്തെ ആ സംഭവം, അതിനുശേഷം യേശുക്രിസ്തു എവിടെ ചെന്നാലും ജനങ്ങൾ കൂട്ടമായി ചെല്ലുകയാണ്. അപ്പം അങ്ങനെ യേശുവിനുള്ളതായ ഒരു അംഗീകാരം അതവരുടെ മനസ്സിലുണ്ട്. അപ്പം ഇതൊക്കെയാണ് യേശുവിന് അവർ ഹോശന്ന എന്ന് പാടിക്കൊണ്ട് ഇങ്ങനെ യെരുശലേം ദേവാലയത്തിലേക്ക് യേശുവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ കാരണം. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനമായ ഈ 2 വാക്യങ്ങളും, അതായത് ഈ വാക്കുകൾ ഹോസന്ന എന്ന് പറയുന്നത് ഈ പറയുന്നതായ
എബ്രായ ഭാഷയിലെ രണ്ട് വാക്കുകളാണ്. അതായത് ഹോ സാനോ സാനോ, അപ്പോൾ ഹോസാന. അപ്പോൾ അതാണ് ഈ വാക്ക് രണ്ടും ഒരു ഗ്രീക്ക് പദത്തിൽ വന്നപ്പോൾ ഒരു വാക്കായി മാറി. അത് ഇംഗ്ലീഷുകാരും അത് ഒരു വാക്കായി തന്നെ സ്വീകരിച്ചു. അങ്ങനെ നമ്മളും ആ ഹോസന്ന എന്നുള്ളൊരു വാക്കായി നമ്മൾ സ്വീകരിച്ചു വരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? യഹോവേ ഞങ്ങളെ രക്ഷിക്കണമേ, അതാണ് ഹോസന്ന എന്നുള്ള വാക്ക്. അപ്പോൾ ആ യേശുവിനെ അന്ന് അങ്ങനെ യഹൂദന്മാർ കഴുതപ്പുറത്ത് അങ്ങനെ രാജോചിതമായി സ്വീകരണം നൽകി കൊണ്ടുപോയി ദേവാലയത്തിലേക്ക് കൊണ്ടുപോയ ആ ഘോഷയാത്രയുടെ ആ ആഘോഷത്തെയാണ് നാം ഓർമ്മ പെരുന്നാളായി ഇന്ന് ഓശന്നയായി കൊണ്ടാടുന്നത്. അപ്പോൾ അടുത്ത ഞായറാഴ്ച ആ ഓശന്ന പെരുന്നാളിന് വേണ്ടി ക്രൈസ്തവ ജനങ്ങളൊക്കെ തന്നെ മാനസികമായൊക്കെ തന്നെ ഒരുങ്ങുകയാണ്. എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.